Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സിൻ്റെ സ്നോക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ iRocker Gods എന്ന് പറഞ്ഞ TWS ഇയർഫോൺസ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്നോക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ ഒരു TWS അല്ലെങ്കിൽ ഇയർഫോൺസ് ബ്രാൻഡാന്ന് പറയാം. അതിൽ iRocker എന്ന് പറയുന്നത് TWS ഇയർഫോൺസ് ആണ്. നമ്മൾ ഈ അടുത്ത് iRocker സ്റ്റിക്സിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇത്തവണ ഇൻഫിനിക്സ് ഇറക്കിയിരിക്കുന്ന സ്നോക്കർ iRocker Gods കുറച്ചും കൂടെ പ്രൈസിയർ ആണ്, അതായത് പ്രൈസ് കൂടിയ ഇയർഫോൺസ് ആണ്, അതേപോലെ തന്നെ ഫീച്ചേഴ്സും കൂടിയതാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1999 രൂപയാണ്, അതായത് 2000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഇംപ്രൂവ്ഡ് ആണ്. നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ പറയാം. അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ, ഇഷ്ടമുള്ളവർക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ സ്നോക്കർ iRocker Gods. അപ്പോൾ സ്നോക്കർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡാണ്, അതിൽ iRocker Gods ആണ് ഈ ഇയർഫോൺസിൻ്റെ പേര്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. 13mm ഡൈനാമിക് ബേസ് ഡ്രൈവറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബേസ് കിട്ടും. ബ്ലൂടൂത്ത് 5.0 500 mAh ചാർജിങ് കേസ്, 35x2 ഇയർബഡ്സ് ബാറ്ററി. അത് 4 മണിക്കൂറാണ് ചാർജിങ്ങിൽ സിംഗിൾ യൂസിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ഓൾമോസ്റ്റ് 24 മണിക്കൂറോളം കേസ് വെച്ച് കിട്ടും നമുക്ക്. പിന്നെ 60 millisecond അൾട്രാ ലോ ലേറ്റൻസി, അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. ഗെയിമിംഗ് കളിക്കുന്നവർക്കൊക്കെ വളരെ ലോ ലേറ്റൻസിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. IPX5 വാട്ടർ പ്രൂഫാണ്, ഇൻസ്റ്റൻറ്റ് ഓട്ടോ കണക്ഷൻ, മ്യൂസിക് ആൻഡ് കോൾ, ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സെക്യൂർ ഫിറ്റ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ക്വിക്കലി ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ 2000 രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ മുകളിൽ തന്നെ നമുക്ക് കാണുന്നത് iRocker Gods ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നല്ലൊരു ക്യൂട്ട് കേസാണ് വരുന്നത്, വളരെ സ്മോൾ ആൻഡ് കോമ്പാക്ട് കേസാണെന്ന് വേണ്ടി പറയാം. സ്നോക്കർ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ആണ്. ഒരു ബട്ടൺ കാണാം, പെയർ ചെയ്യാനുള്ള ബട്ടനാണ്. താഴത്ത് മൈക്രോ USB പോർട്ടാണ്. പ്രോബബ്ലി ഇത് USB Type-C ആയി കൊടുക്കുമായിരുന്നു, കാരണം 2000 രൂപയുടെ പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രോബബ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു Type-C ആണ്. പിന്നെ ഇവിടെ ഒരു പാറ്റേൺ പോലെ ഉണ്ട്. പിന്നെ ബാക്കിൽ കാര്യമായൊന്നും എഴുതിയിട്ടില്ല, ഇൻഫിനിക്സ് ഡിസൈൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് ഗ്ലോയിങ് ആണ്. നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസ് ആണ്. പിന്നെ കേസിൻ്റെ ക്വാളിറ്റി നല്ലതാണ്, നല്ല മാഗ്നറ്റിക് കേസാണ് വരുന്നത്, നല്ലൊരു ക്വാളിറ്റിയാണ് വരുന്നത്. ഇനി ബാക്കി എന്തൊക്കെയും കൂടി നോക്കാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു ചാർജിങ് കേബിളാണ്. ഇത് മൈക്രോ USB ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് വാറൻറ്റി ഡീറ്റെയിൽസും ഇത് പെയർ ചെയ്യേണ്ട യൂസർ മാനുവലും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതുണ്ട്, എല്ലാ ഫീച്ചേഴ്സും തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ചാർജിങ് ടൈം 1 hour ആണ്, 4 hours ബൈ ഇയർബഡ്സ്, 20 hours ബൈ ചാർജിങ് കേസ്. അത്രയാണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെയർ ചെയ്യാം. ചാർജിങ് കേസിലെ ബട്ടനാണിത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബട്ടൺസിൻ്റെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കണ്ടില്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാപ്പ് വൺസ് ഓൺ ഈതർ ലെഫ്റ്റ് ഓർ റൈറ്റ് ടു പ്ലേ ഓർ പോസ്, അതേപോലെ തന്നെ ട്വൈസ് ഫോർ നെക്സ്റ്റ് ട്രാക്ക്, ടാപ്പ് വൺസ് ടു പിക്കപ്പ് കോൾ, റിജക്റ്റ് ചെയ്യാൻ ട്വൈസ്, അതേപോലെ വോയിസ് അസിസ്റ്റൻറ്റ് ട്രിപ്പിൾ ടാപ്പാണ്. ഗെയിമിംഗ് ടാപ്പ് ത്രൈസ് ഓൺ ദ ലെഫ്റ്റ് ഫോർ ഗെയിമിംഗ് മോഡ് ആൻഡ് ഓൺ ആൻഡ് ഓഫ്. അപ്പോൾ ഗെയിമിംഗ് മോഡ് കളിക്കണമെങ്കിൽ ലെഫ്റ്റ് ഇയർബഡ്സിൽ 3 തവണ ടാപ്പ് ചെയ്താൽ ഗെയിമിംഗ് മോഡ് ഓൺ ആവും. അപ്പോൾ ഗെയിമിംഗ് മോഡ് പ്രോംപ്റ്റ്ലി ചെയ്യുമ്പോൾ തന്നെ ലോ ലേറ്റൻസിയാണ് ഗെയിമിംഗ് മോഡിൽ വരുന്നത്. അതാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് എത്രയാണ് ബോക്സിനകത്ത് വരുന്നത്, ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് ഒന്ന് ചെയ്യാം. അതേപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കൂടി നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നെടുക്കാം. അപ്പോൾ ഇതാണ് iRocker Gods എന്ന് പറഞ്ഞ ഇയർഫോൺസ്. അപ്പോൾ നമുക്കിവിടെ കാണാം നല്ലൊരു ഫിനിഷൊക്കെ ഉണ്ട്. താഴെയാണ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസൈനാണ്, ഇയർ ടിപ്സ് ഉള്ള ഡിസൈൻ അല്ല ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫേമായിട്ടിരിക്കത്തില്ല, എങ്കിലും കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ കാണുന്നത് നല്ലൊരു കുറച്ചൊരു ലെങ്തി സ്റ്റിക്കാണെന്ന് പറയാട്ടോ. അത് സ്റ്റിക്ക് ഉണ്ട്, കുറച്ചൊരു ലെങ്തിയാണ്, എങ്കിലും കുഴപ്പമില്ല, നല്ല ഡിസൈനൊക്കെ. മെറ്റീരിയൽ ക്വാളിറ്റിയും കുഴപ്പമില്ല, ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കംഫർട്ട് ലെവൽസിൽ നമ്മൾ സാധാരണ ഇതേ പ്രൈസ് സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇതേ സൈസിലുള്ള TWSൽ വരുന്ന അതേ കംഫർട്ട് ലെവൽസൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് കുറച്ച് നേരമൊക്കെ യൂസ് ചെയ്തായിരുന്നു, വലിയൊരു ഇഷ്യൂസൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെയാണ് വരുന്നത്. അതായത് ഓഡിയോ വോക്കൽസ് എല്ലാം അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, എങ്കിലും ഇവർ പറയുന്ന മാതിരി 2x ബേസ് എന്നൊക്കെ പറയുന്നത്. ബേസ് കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ.
വളരെ ഒരു ഹൈ ബേസ് ഒന്നും അല്ലെങ്കിലും എനിക്കൊന്ന് കുറേ കൂടി ബാലൻസ്ഡ് ആണ്. ഹയർ ബേസിലേക്ക് പോകുമ്പോൾ പൊതുവേ നമ്മുടെ വോക്കൽസ് എല്ലാം കുറച്ച് മഫിൾഡ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഇവിടെ അത്ര ഒരു കുഴപ്പമില്ല. ബേസ് 2x ബേസൊക്കെ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പാട്ടൊക്കെ കേൾക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നത് ATS 3015 എന്ന് പറഞ്ഞാൽ ട്രൂ വയർലെസ് ചിപ്പാണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ലോ ലേറ്റൻസിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ട്രിപ്പിൾ ടാപ്പ്, അതായത് ലെഫ്റ്റ് ഇതിൽ ട്രിപ്പിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിംഗ് മോഡ്, അതായത് ലോ ലേറ്റൻസി മോഡിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ ബാറ്ററി ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ചാർജിൽ ഓൾമോസ്റ്റ് 4 hours കിട്ടും. പിന്നെ കേസ് കൂടെ കൂടുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 20 മണിക്കൂർ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിൻ്റെ കാര്യത്തിലും കോൾ ക്വാളിറ്റിയും എനിക്ക് തോന്നുന്നു, ഞാൻ 2-3 കോൾസ് എല്ലാം എടുത്തു നോക്കിയിരുന്നു, കുഴപ്പമില്ല, നല്ല ക്ലാരിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ TWSൽ പൊതുവേ കുറച്ചൊരു ദൂരത്തെ മൈക്ക് ആയതുകൊണ്ട് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ കാണും. പക്ഷേ എങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്ലാരിറ്റി ഒക്കെ ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു സ്നോക്കർ TWS iRockerൻ്റെ ഗോഡ്സ് എന്ന് പറഞ്ഞ TWS. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ നേരത്തെ പറഞ്ഞത് 2000 രൂപയാണ്, 1999 രൂപയാണ്. അപ്പോൾ ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പോയി മേടിക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പോയി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു സ്നോക്കർ iRocker ഗോഡ്സിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. Have a great day.